ഹലോ, വെൽക്കം ടു റെനേഴ്സ്. ഞാൻ ഇന്ന് വരുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. പൊട്ടറ്റോ ദോശ. ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഈ പൊട്ടറ്റോ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു മിക്സി ജാറിലേക്ക് നമ്മളിത് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ, സ്മോൾ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു എഗ്ഗ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യണം. ഈ എഗ്ഗിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു പീസ് ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു ബൗൾ വയ്ക്കുക. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ മട്ട് യൂസ് ചെയ്യുന്നില്ല, അത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പോളം മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബാറ്റർ ഉണ്ടാക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ച അതേ വെള്ളം തന്നെയാണ് കേട്ടോ. ഒത്തിരി ലൂസാക്കി എടുക്കത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒത്തിരി റണ്ണിങ്ങും അല്ല, എന്നാൽ ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. കനഞ്ഞ് ചുരുങ്ങി ലൈറ്റായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇതിൽ എണ്ണ കൂടുതൽ നിൽക്കേണ്ടതെന്ന് നോൺ സ്റ്റിക്കില്ല, അതുകൊണ്ട് എണ്ണ കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്ന ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലിച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. എന്നിട്ട് ജസ്റ്റ് ഒരു മല്ലിയിലും കറിവേപ്പിൻ്റെ അരിയൊന്നും ഇടുന്നുണ്ട് ലൈറ്റായിട്ട്. അത് നമുക്ക് ഊട്ടപ്പം ഉണ്ടാക്കുന്ന പോലെയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ക്യാരറ്റ്, അനിയൻ അതൊക്കെ ആഡ് ചെയ്യാം. ഇതൊന്ന് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചൂട്ടോടെ കഴിക്കാനേ കൊള്ളുള്ളൂ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഒരു റബ്ബറി ആയിരിക്കും. ഇത് നല്ല ഹോട്ട് ചട്നി ആയിട്ട് കഴിച്ചാൽ മതി. റിയലി ടേസ്റ്റി. പിന്നെ നമുക്കിത് ഈ ദോശയിൽ ഈ ബാറ്ററിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. എഗ്ഗുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡ് ചട്നിയോടുകൂടെ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.